ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്, അരുതാത്തത് നാം എടുത്താൽ നാം വരുത്തുന്നത് വൻ നഷ്ടമായിരിക്കും. നമ്മുടെ ഒരു പ്രവണതയാണ്, നമുക്കിഷ്ടമുള്ളത് അത് ആകാവുന്നതാണോ അരുതാത്തതാണോ അതുപോലും നോക്കാതെ കണ്ട് അത് എടുക്കാനുള്ള ഒരു പ്രവണത. അങ്ങനെ എങ്ങാനും നമ്മൾ ചെയ്താൽ, അരുതാത്തത് നാം എടുത്താൽ നാം വരുത്തുന്നത് വലിയ ഒരു നഷ്ടമാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനത്തിൽ വ്യക്തമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഏതാനും വചനഭാഗങ്ങൾ കണ്ടുവരുമ്പോൾ ഈ ഒരു വിഷയം നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. നമ്മൾ കാണുന്നുണ്ട് 1 കൊരിന്തോസ് 6-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വചനത്തിൽ പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് പലതും നിയമാനുസൃതമാണ്, അരുതാത്തൊന്നുമല്ല, അത് എടുക്കാവുന്ന ചെയ്യാവുന്ന കാര്യങ്ങളാണ്. എനിക്ക് പലതും നിയമാനുസൃതമാണ്, പക്ഷേ അതെല്ലാം എനിക്ക് പ്രയോജനപ്രദമല്ല. അതുകൊണ്ട് നിയമം അനുവദിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് പ്രയോജനപ്രദമായത് മാത്രമേ ഞാൻ സ്വീകരിക്കത്തുള്ളൂ. അത് നല്ല ആത്മീയതയുള്ളവർക്ക് മാത്രമേ ആ രീതിയിൽ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. നമുക്കറിയാലോ, നമ്മളൊരു ബുഫേ കഴിക്കാൻ പോവാം. അവിടെ അവർ വെച്ചിട്ടുണ്ടായിരിക്കാം, എഴുതി വെച്ചിട്ടുണ്ടായിരിക്കാം, ഈറ്റ് ഓൾ യു ക്യാൻ. നിങ്ങൾക്ക് എന്ത് വേണേലും, ഇവിടെ ഇരിക്കുന്ന ബുഫേ എന്ന് പറഞ്ഞാൽ അതാണ്, ഇഷ്ടം പോലെ, അതിന് ലിമിറ്റൊന്നുമില്ല. പക്ഷെ ഒരാൾ അതോർത്തുകൊണ്ട് അവിടെ ഇരിക്കുന്ന എല്ലാം കഴിക്കാനുള്ളൊരു പരിശ്രമത്തിൽ ഇവരുടെ കപ്പാസിറ്റിക്ക് ഉപരിയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഗുണത്തേക്കാൾ കൂടുതൽ ദൂഷ്യം ചെയ്യും. അതുകൊണ്ട് നിയമം അനുവദിക്കുന്നുണ്ടെങ്കിലും അതെനിക്ക് പ്രയോജനമാണോ അല്ലയോ, അങ്ങനെ ചിന്തിക്കുന്നവർ ആവശ്യത്തിന് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ നിർത്തും. ഇതുപോലെ പല മേഖലയിൽ നമുക്ക് അനുവദിക്കുന്ന കാര്യങ്ങൾ പോലും എനിക്കത് പ്രയോജനപ്രദമല്ലെങ്കിൽ ഞാൻ അതിലേക്ക് പോകരുത്. അപ്പോൾ പിന്നെ അരുതാത്ത കാര്യങ്ങൾ, നിയമം അനുവദിക്കാത്ത കാര്യങ്ങൾ, നമുക്ക് യോഗ്യമല്ലാത്ത കാര്യങ്ങൾ, അതിൻ്റെ പുറകെ നമ്മൾ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ വരുത്തുന്നത് വൻ നഷ്ടമാണ് എന്നുള്ള ആ ഒരു കാര്യം തിരിച്ചറിയണം. ദൈവവചനം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വലിയൊരു ആശയം, ഒരു സന്ദേശം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതിരുന്നാലോ ആ അനുഗ്രഹം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് 2 കാര്യങ്ങളാണ്. ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തേത്, ദൈവത്തിൻ്റെ മഹത്വം നാം കവരരുത്, അത് ദൈവത്തിന് കൊടുക്കണം. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. നമുക്കിനി ചില വചനഭാഗങ്ങൾ എടുക്കാം. ചില ബൈബിൾ കഥാപാത്രങ്ങൾ, അതുപോലെ തന്നെ ചില സംഭവങ്ങൾ ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് ഈ വിഷയം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ അവ നമ്മെ സഹായിക്കും. 1 സാമുവേൽ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഏലിയും മക്കളും. അവർ പുരോഹിത ഗണത്തിൽപ്പെട്ടവരാണ്. 28 മുതലുള്ള വചനഭാഗം വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നു ഇവർക്ക് ഇവരുടേതായിട്ടുള്ള വിഹിതം എല്ലാം ഉണ്ടായിരുന്നു. അവരുടെ ഷെയർ, ഒരു പ്രീസ്ലി നേഷൻ ക്യാരക്ടർ എന്ന നിലയ്ക്ക് അവരുടേതായിട്ടുള്ള ഷെയർ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അവർ അതിനകത്ത് തൃപ്തരായില്ല. അവർക്ക് ഗ്രീഡ്, ദുർമോഹം തലയ്ക്ക് പിടിച്ചു. അപ്പം അങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ ശ്രദ്ധ ദൈവത്തിൻ്റെ വിഹിതം കൂടി സ്വന്തമാക്കണം. അങ്ങനെ ദുർമോഹം കയറിയ അവർക്ക് പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് ഈ അധ്യായം വായിച്ചാൽ കാണാൻ പറ്റും. മറ്റുള്ളവരുടെ മുമ്പിൽ കെഞ്ചി പറയുകയാണ്, എന്തെങ്കിലും ഒരു പണി എന്നെ ഏൽപ്പിക്കാവോ? പുരോഹിത ശുശ്രൂഷ ഉണ്ടായിരുന്നവരാണ്, തക്കതായ പ്രതിഫലം അതിൽ നിന്നും കിട്ടിയിരുന്നവരാണ്. ഇപ്പം കെഞ്ചി പറയാണ്, എന്തെങ്കിലും ഒരു പണി ഏൽപ്പിക്കാവോ? കാരണം അത്യാവശ്യത്തിന് ഇച്ചിരി ഭക്ഷണം കഴിക്കേണ്ടതിന് ഒരു വരുമാനം ഉണ്ടാകാൻ. ഇവർ അരുതാത്തത് എടുക്കാൻ പോയപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ ദുരവസ്ഥയാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുക. കൊടിയ ദാരിദ്ര്യം അവരെ പിടികൂടി. മറ്റൊരു ബൈബിൾ കഥാപാത്രം നെബൂഖദ്നേസർ. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 30 മുതൽ വായിക്കുമ്പോൾ നെബൂഖദ്നേസർ തന്നെ പ്രശംസിച്ചു പറയുന്ന ഒരു രംഗം കാണാൻ പറ്റും. അവന് കെട്ടിപ്പൊക്കിയ ബാബിലോൺ, അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ മനോഹാരിത, അതിൻ്റെ പേര്, അതിൻ്റെ പ്രശസ്തി, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിനേക്കാൾ അവൻ സ്വയം മഹത്വപ്പെടുത്തി. എന്താ സംഭവിച്ചത് നമുക്കറിയാം. സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേട്ടു. നെബൂഖദ്നേസർ
നിന്റെ രാജ്യം നിന്നെ കൈവിട്ടു പോയിരിക്കുന്നു, നിന്റെ പ്രതാപം നിന്നെ കൈവിട്ടു പോയിരിക്കുന്നു. നീ ജനത്തിൻ്റെ ഇടയിൽ നിന്നും ഓടിക്കപ്പെടും. നീ വിജന സ്ഥലത്ത് കിടക്കുന്ന ദുരവസ്ഥയുണ്ടാവും. അവൻ്റെ സകല മഹത്വവും പോയി പരിതാപകരമായ അവസ്ഥയിൽ വെയിലും മഞ്ഞും മഴയും കൊണ്ട് വിജനസ്ഥലത്ത് കിടക്കുന്ന ആ ഒരവസ്ഥയിലേക്ക് അവൻ തള്ളപ്പെട്ടു. അരുതാത്തതെടുത്തപ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഒരു ദുരവസ്ഥയാണ് ഈ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുക. യെശയ്യാ 14-ാം അധ്യായം 12 മുതൽ 14 വരെ വായിക്കുമ്പോൾ മുഖ്യദൂതന്മാരിൽ ഒരാളുടെ ആ ഒരു ലെവലിൽ സ്ഥാനം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ലൂസിഫർ. എന്തുപറ്റി? അവന് ഉണ്ടായിരുന്ന സ്ഥാനം പോരാ, അത്യാഗ്രഹം കയറി. ഞാൻ മുകളിലേക്ക് പോയി ദൈവത്തിൻ്റെ സ്ഥാനം പിടിക്കും എന്നവൻ പറഞ്ഞു. തന്മൂലം സംഭവിച്ചത് എന്താണെന്ന് ഈ അധ്യായം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അവൻ വെട്ടി തറയിലേക്ക് എറിയപ്പെട്ടു. ആകാശത്ത് ഉന്നത സ്ഥാനമുണ്ടായിരുന്ന വ്യക്തിയാണ് കേട്ടോ, തറയിലേക്ക് എറിയപ്പെട്ടു. കാരണം അരുതാത്തത് എടുക്കാൻ പോയതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് അരുതാത്ത ചില കാര്യങ്ങളുണ്ട്, ചില പാപസുഖങ്ങളായിരിക്കാം. അത് നമ്മൾ എടുക്കാൻ പോയാൽ, അത് രഹസ്യമായിട്ടാണേലും പരസ്യമായിട്ടാണേലും എടുക്കാൻ പോയാൽ അതുമൂലം നമുക്കുണ്ടാകുന്ന നഷ്ടം ചെറുതല്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. 2 രാജാക്കന്മാർ 5-ാം അധ്യായം അതിൻ്റെ 14 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, നാമാൻ, സിറിയക്കാരൻ നാമാന് കുഷ്ഠം വന്നു. എലീഷായുടെ അടുത്തേക്ക് അവൻ വരുന്നു. എലീഷ പറഞ്ഞ കാര്യം അവൻ ചെയ്തു. അവന് സൗഖ്യം കിട്ടി. സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ എലീഷായ്ക്ക് കുറച്ച് സമ്മാനമൊക്കെ കൊടുക്കാൻ വേണ്ടി വന്നു. ഉടനെ എലീഷ പറഞ്ഞൊരു കാര്യം, ദൈവമാണേ, ഒരു സമ്മാനവും ഞാൻ സ്വീകരിക്കത്തില്ല, എനിക്കൊന്നും വേണ്ട. അവനെ പറഞ്ഞു വിട്ടു. ഇനി അതിൻ്റെ ഫലമായിട്ട് ഈ നാമാൻ ആവശ്യപ്പെട്ടൊരു കാര്യം, ദയവ് ചെയ്ത് എനിക്ക് എൻ്റെ ഭൃത്യന്മാർക്ക് ഒരു അനുവാദം കൊടുക്കണം, 2 ചാക്ക് മണ്ണ് ഇവിടുന്ന് എടുത്തോണ്ട് പോയി. ഈ പുണ്യസ്ഥലത്ത് നിന്ന് 2 ചാക്ക് മണ്ണ് ഇനി അത് കൊണ്ടുപോയിട്ട് എന്തിനാണെന്ന് അവൻ പറയുന്നുണ്ട്, എൻ്റെ ദേശത്ത് കൊണ്ടുപോയി അവിടെ ഇട്ടിട്ട് നിന്റെ ദൈവത്തെ ഈ മണ്ണിൽ ചവിട്ടി നിന്ന് ആരാധിക്കാൻ. ഇസ്രായേലിന് ദൈവമല്ലാതെ മറ്റൊരു ദൈവം എനിക്കിനി ഉണ്ടാകില്ല. ഇവിടെ നിൽക്കേണ്ടടുത്ത് നിന്നപ്പോൾ, എടുക്കരുതാത്തത് എടുക്കാതിരുന്നപ്പോൾ അതുമൂലം ഉണ്ടായ വലിയ ഒരു ലാഭമാണ്, ആ കുടുംബത്തിനുണ്ടായ വലിയൊരു ലാഭമാണ്, ആ രാജ്യത്തിനുണ്ടായ വലിയൊരു ലാഭമാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ കാണുക. എലീഷായുടെ ഗഹസി വളരെ സൂത്രത്തിൽ തന്ത്രപൂർവം അവരുടെ രഥത്തിൻ്റെ പുറകെ ഓടി ഒരു സമ്മാനം കൈക്കലാക്കി. തന്മൂലം അവന് സംഭവിച്ചത് എന്താണ്? അവന് കുഷ്ഠരോഗം, നാമാനിൽ നിന്ന് വിട്ടുപോയ കുഷ്ഠരോഗം അവന് കിട്ടി എന്നുള്ളത് ഈ അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അരുതാത്തത് എടുക്കാൻ പോയാൽ വൻ നഷ്ടം നമ്മുടെ ജീവിതത്തിൽ വരും എന്നുള്ളതിന് അത് തെളിവാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-25 മുതൽ വായിക്കുമ്പോൾ ജയിലിൽ കിടക്കുന്ന പൗലോസും സീലാസും അർദ്ധരാത്രിയിൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി. അതിൻ്റെ ഫലമായിട്ട് അവിടെ സംഭവിച്ച കാര്യം നമുക്കറിയാം. കാരാഗ്രഹത്തിൻ്റെ അടിത്തറ ഇളകി, വാതിൽ തുറക്കപ്പെട്ടു. ഇവർക്ക് ഓടിപ്പോകാനുള്ളൊരു സാധ്യത വന്നു. അവർ ഓടിപ്പോയില്ല. അതുമൂലം അങ്ങനെ സ്വന്തം പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകാതിരുന്നത് കൊണ്ട് അവിടെ ഉണ്ടായത് വൻ നേട്ടമാണ്. ജയിലറും കുടുംബാംഗങ്ങളും മാനസാന്തരപ്പെട്ടു, വിശ്വാസം സ്വീകരിച്ചു, രക്ഷ പ്രാപിച്ചു. അവർക്ക് വലിയ സന്തോഷമുണ്ടായി എന്നുള്ളത് അപ്പസ്തോല പ്രവർത്തനം 16 നമ്മൾ കാണുന്നതാണ്. അരുതാത്തത് എടുക്കാതെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വൻ നേട്ടമാണ്, അല്ല എങ്കിൽ ഉണ്ടാകാവുന്നത് വൻ നഷ്ടമാണ്. ഈ ഒരു ബോധ്യത്തോടെ ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.